ഇതിലിപ്പോൾ ഞങ്ങൾ ആങ്ങളുടെ കുട്ടീൻ്റെ വലിയ ആങ്ങളുടെ കുട്ടീൻ്റെത് ഒരു 2-3 കൊല്ലം മുന്നേ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അനിയത്തിൻ്റെ കുട്ടീൻ്റെ 5-ാം തീയതി ഉണ്ട്. ഇവിടെ ഇതിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് കൂലിപ്പണി എടുത്ത് കഴിയുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഒരാൾ കൂലിപ്പണി എടുത്തിട്ട് ഇപ്പം എന്താവുക? അച്ഛന് ആങ്ങളയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല അപ്പോഴത്തെ കാലത്ത്. പിന്നെ അവരെ പോയി ചോദിച്ചപ്പോൾ അവർ തന്നു. പിന്നെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടിക്കാനും കൂടി ഞങ്ങൾക്ക് വെള്ളമില്ല. കുറേ കാലമായിട്ട് 5 കൊല്ലം മുമ്പ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ കുറേ നന്നാക്കി തരും പറയുന്നുണ്ട്. വന്ന് നോക്കും. പിന്നെ അവർ ഇലക്ഷൻ വരുമ്പോൾ നന്നാക്കി തരാമെന്നും പറയും ചെയ്യും. കുറേ നോക്കും, പിന്നെ വന്നു പോവും. അത് നേരാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിനും. പിന്നെ ശമ്പളമൊക്കെ പിന്നെ നമ്മൾ പണിയെടുത്ത് ശമ്പളം വന്നിട്ട് 4 മാസം കൂടുമ്പോൾ കിട്ടുള്ളൂ. അതല്ലാതെ നമുക്ക് ശമ്പളം കിട്ടില്ല. പുറത്ത് പോയാലും നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ജീവിച്ച് പോകേണ്ടത് ഞങ്ങൾ എന്നാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു കുട്ടികളുണ്ടാകുമ്പോൾ കല്യാണം വരുമ്പോൾ മർക്കസിൽ നമുക്ക് കുട്ടീനെ കല്യാണം ചെയ്യുമ്പോൾ അത് ഒരു ഹെൽപ്പായിട്ട് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് അവർക്ക് വളരെ നന്ദി. എൻ്റെ പേര് നാരായണനാണ്. കേരളത്തിൽ നിന്ന് വന്ന് കൂടിയതാണ്. എസ്റ്റേറ്റിലായിരുന്നു ആദ്യം. 10-30 കൊല്ലം പണിയെടുത്തു. അന്ന് എസ്റ്റേറ്റിൽ ശമ്പളം വളരെ കമ്മിയല്ലേ, 75-72 റുപ്യുള്ളൂ. അപ്പോൾ പോരുന്ന സമയത്ത് 32,000 റുപ്യ കിട്ടിയത്. മർക്കസിന് നമ്മൾ ഫസ്റ്റിലിവിടെ നമ്മൾ മർക്കസിൽ നിന്നല്ല, ഇവിടെ പള്ളി ആദ്യം കെട്ടുമ്പോൾ തന്നെ നമ്മൾ അച്ഛനായിട്ട് ഒരു ചെറിയ സംഭാവനയൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള. അപ്പോൾ പള്ളിക്കും കൊടുക്കലുണ്ട്, മർക്കസിന് നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ എസ്റ്റേറ്റിലാകുമ്പോൾ ഓരോരുത്തരുടെ പേരിൽ 250 റുപ്യ വെച്ച് പിരിച്ചിട്ടാണ് ഇവിടെ സ്കൂളൊക്കെ തുടങ്ങാനൊക്കെ തുടങ്ങിയത്. ഈ വർഷം കൂടുമ്പോൾ സമൂഹ വിവാഹം എന്ന് നടക്കുന്നുണ്ട് അവിടെ. അതിന് മുസ്ലിം ആൾക്കാർക്ക് മാത്രം എന്നല്ല, ക്രിസ്ത്യൻസ് മാത്രമെന്നല്ല, ഹിന്ദുക്കൾക്ക് മാത്രമെന്നല്ല, എല്ലാ മതവിവാഹത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന കാര്യമാണ്. അത് നല്ലൊരു കാര്യമാണ്. പാവപ്പെട്ടവർക്ക് ഇല്ലാത്ത ആൾക്കാർക്ക്, മക്കളെ കടിച്ചു കൊടുത്താൽ 10 സ്വർണ്ണം കൊടുക്കാൻ വകയില്ലാത്ത ആൾക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇത് 2014 തുടങ്ങിയതാണ് കല്യാണം കാര്യങ്ങളൊക്കെ. 26 ഇപ്പോൾ 6ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ 6ാമത്തത് ഇപ്പോൾ ഏപ്രിൽ 5-ാം തീയതിയാണ് ഇപ്പോൾ നടക്കുന്നത് കല്യാണം. ഒത്തൊരുമ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ അങ്ങനെ ജാതി മത ഭേദമിന്മേ നടക്കുന്ന ഒരു കല്യാണമാണത്. ആദ്യം വന്നിട്ട് കല്യാണം നടക്കുന്ന സമയത്ത് അന്ന് എത്രയാണ് 15,000 റുപ്യ എന്തോ സ്വർണ്ണത്തിനുണ്ട്. ഇന്നിപ്പോൾ 1,25,000 റുപ്യ സ്വർണ്ണത്തിന് വിലയായപ്പോഴും ഈ സിറ്റുവേഷനിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്തത്. അങ്ങനെ എല്ലാവരുടെ സങ്കടങ്ങളൊക്കെ ഉസ്താദ് അങ്ങനെ അറിയണതുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കും. ഇവിടുത്തെ ചുറ്റുപാടെല്ലാം അറിയാമല്ലോ ഉസ്താദിന്, അതുകൊണ്ട് എല്ലാം ചെയ്യും. നല്ല കഷ്ടപ്പാടെല്ലാം അറിയാം ഉസ്താദിന്. എല്ലാം ഇവിടെ ജീവിച്ച് വളർന്നതല്ലേ. എല്ലാതും ഇവിടെ തന്നെ വളർന്ന് പഠിച്ചാൻ പോയതും എല്ലാതും ചെറുപ്പം തൊട്ടേ ഉസ്താദിനെ അറിയാലോ. ഈ പാടുകളിൽ ജീവിക്കുന്ന ഒരുപാട് പാവങ്ങളുടെ അവസ്ഥ അറിയാം. ആ നിലക്ക് തന്നെയാണ് അവിടെ വളരുന്ന ഈ പാവപ്പെട്ട ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ അനുഭവം കണ്ടിട്ടാണ് നമ്മുടെ പ്രസ്ഥാന കുടുംബവും പ്രവർത്തകരൊക്കെ കൂടി ഈ വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അൽഹംദുലില്ലാ 2000-ൽ പരം പാവങ്ങളുടെ കല്യാണം അത് ഈ കഴിയാനുള്ളത് ആ അവസ്ഥകൾ മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തകരുടെ ഇഖ്ലാസോടുകൂടിയുള്ള ജില്ലയിലെ എല്ലാ സംഘടനാ കുടുംബങ്ങളും ആത്മാർത്ഥമായി അങ്ങ് ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഒരു കാരണമാണ് ഈ 2000 കുടുംബത്തിൻ്റെ കല്യാണം കഴിയുന്നത്. ഇനിയിപ്പോൾ ഉള്ളതും അങ്ങനെയാണ്. എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി സന്തോഷത്തോടു കൂടെ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇതും വിജയിച്ച് കിട്ടണം ഇൻഷാ അല്ലാഹ്. ഈ നമ്മുടെ ഈ കല്യാണം എന്നുള്ളത് ജാതി മത ഭേദമന്യേ ഒരു നോട്ടം മനുഷ്യരിൽ പാവങ്ങളെ മാത്രം അങ്ങനെയാണ് ശൈഖുന പറഞ്ഞതും. പാവങ്ങളുടെ കണ്ണീരൊപ്പം അവിടെ ഗ്രൂപ്പോ മതമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിന് എല്ലാവരും ഉണ്ട്. എല്ലാ മതവിശ്വാസികളും എല്ലാ മനുഷ്യരും ഒരു മനുഷ്യനായി പിറന്ന കുടുംബത്തിലെ പച്ച പാവങ്ങളെയാണ് നോക്കുന്നത്. ശൈഖുന അങ്ങനെയാണ് ആദ്യം തന്നെ ഇത് പറഞ്ഞു തന്നതും. ആ രൂപത്തിൽ ചെയ്തു. എല്ലാവരും ഒറ്റക്കെട്ടായി ഇവിടെയുള്ള നമ്മുടെ വളണ്ടിയർമാരുടെ കൂട്ടത്തിൽ മുസ്ലിമുമുണ്ട് അമുസ്ലിമുണ്ട്. പൊട്ടുവെച്ച കൊച്ചനുജന്മാരുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സഹോദരങ്ങളുണ്ട്. എല്ലാ കുട്ടികളും കൂടിയിട്ടാണ് എല്ലാം അധ്വാനിച്ച് പ്രവർത്തിക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മുടെ പ്രവർത്തകരൊക്കെ കൂടി തീരുമാനമെടുത്ത് ഷെയ്ഖിനോട് പോയി അവിടുന്ന് സംസാരിച്ചു. ഷെയ്ഖിന് ഡേറ്റ് തന്നാൽ ഉടനെ ഖദീജമ്മയുടെ ചാരത്ത് പോയി ഖത്തം ഓതും, തൊട്ടടുത്തിരുന്നിട്ട് തന്നെ. അങ്ങനെ ഖത്തം ഓതിയിട്ട് അതെങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങാറുള്ളത്. അതുകൊണ്ട് ഇതുവരെ ഒരു പേടിയോ ഒരു വിഷമോ ഇപ്പോഴും ഈ സമയം നല്ല പ്രതിസന്ധി ഘട്ടമാണെങ്കിലും ഇപ്പോഴും ഒരു വിഷമോ പേടിയോ ഒന്നുമില്ല. വളരെ സന്തോഷത്തിലാണ്. അള്ളാഹു കൊടുക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസമാണ്. 3-4 ഘട്ടമാണ് നമ്മുടെ പ്രസ്ഥാന കുടുംബം ചെന്ന് അന്വേഷിച്ച് 100% അർഹതപ്പെട്ടവരെ മാത്രം എടുക്കുന്നുള്ളൂ. ഈ കല്യാണത്തിൽ 98%
98% സഹായങ്ങളും കേരളത്തിൽ നിന്ന് അഥവാ മലയാളികളിൽ നിന്നാണ്. തമിഴ്നാട്ടിലെയും കർണാടകയിൽ നിന്നും അൽഹംദുലില്ലാ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കുറേ സഹായം ലഭിച്ചതുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ എന്നാലും പ്രവാസ ലോകത്തുള്ള വെളിച്ചം തന്നെയാണ്. പ്രവാസികളെ ഒരിക്കലും മറക്കാനേ കഴിയില്ല. അത്രമാത്രം കടപ്പെട്ടവരാണ് അവർ. അത് ഈ ഉമ്മത്തിൽ എന്നല്ല, ഈ മനുഷ്യർക്ക് മുഴുവൻ കടപ്പെട്ടവരാണ്. എനിക്ക് ഒരു കുട്ടിനെ കെട്ടിച്ചയക്കാൻ ഒട്ടും കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. എല്ലാവർക്കും അറിയാം, ഞാൻ എക്സ് പ്രവാസിയായിരുന്നു. നിലവിലൊരു വീട് പോലും ഇല്ല. 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. 2 പേരെ കടമായി കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു വിട്ടു. 2ാമത്തെ മോളെ കെട്ടിച്ച് വിട്ടതിലെ കടം ഇനിയും തീർന്നിട്ടില്ല. അപ്പോഴാണ് 3ാമത്തെ മോൾക്ക് വിവാഹം ശരിയാവുന്നത്. ആ സമയത്താണ് ദർസുൽ ഉസ്താദിൻ്റെ ഈ കാരുണ്യം നമ്മളിലേക്ക് നീണ്ടു വന്നത്. കാരുണ്യത്തിൻ്റെ കൈകൾ. അങ്ങനെ ഇവിടെ അപേക്ഷ കൊടുത്ത് ഉസ്താദ് ഇരു കൈ നീട്ടി സ്വീകരിച്ചു. ഇൻഷാ അല്ലാഹ് അള്ളാഹിന് തൗഫീഖ് ഉണ്ടെങ്കിൽ 5-ാം തീയതി വിവാഹം നടക്കുകയാണ്.